ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക്സ് ഓഫ് മോഷനാണ്. ഓക്കെ, അതായത് ഡൈനാമിക്സിൻ്റെ സെക്കൻഡ് വീഡിയോ ലെക്ചറാണിത്. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനറ്റിക്സ് ആണ്. കൈനമാറ്റിക്സ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. കൈനറ്റിക്സ് യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക്സിൽ നിന്നൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. 14 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ അങ്ങനെ സ്ഥിരം ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത്തിരി കമ്പയർ ടു ഓൾ അതർ മോഡ്യൂൾസ് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ കൈനറ്റിക്സിൽ നമുക്ക് അഡീഷണലായിട്ട് ലോസ് ഓഫ് മോഷൻ, അതായത് മെയിനായിട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അഡീഷണലായിട്ട് വരും കൈനറ്റിക്സിൽ പ്രോബ്ലം ചെയ്യുമ്പോഴും. സോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഫിസിക്കൽ ടൈമേ. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എഫ് വെക്ടറാണ്, ആക്സിലറേഷനും വെക്ടറാണ്. സോ ഇതിനെ എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 3 സെപ്പറേറ്റ് ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ 1 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സിൻ്റെ എക്സ് ഡയറക്ഷനിലെ കോമ്പണൻ്റ് ആണ്. അത് എ എക്സ് മാത്രമായിട്ടാണ് കണക്ഷൻ വരുന്നത് അല്ലെങ്കിൽ റിലേഷൻ വരുന്നത്. എഫ് എക്സ് ഹാസ് നത്തിങ് ടു ഡു ഓർ നോ റിലേഷൻ വിത്ത് എ വൈ ആൻഡ് എ സെറ്റ്. ഓക്കെ, സോ അതായത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ഫോഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡയറക്ഷനിലെ ആക്സലറേഷൻ എടുക്കണം. ഇതിൻ്റെ വേറൊരു മീനിങ്, ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ എല്ലാ ഡയറക്ഷനിലും ആക്സലറേഷൻ ഉണ്ടാവണമെന്നില്ല ബോഡിക്ക്, അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലും ഫോഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് പോവാണ്, ഹൊറിസോണ്ടലായിട്ട് സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ വൈ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല. ഓക്കെ, വൈ ഡയറക്ഷനിൽ ബോഡിക്ക് മോഷനും ഇല്ല. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡയറക്ഷനിൽ നോൺ സീറോ ആയിട്ടുള്ള ഒരു നെറ്റ് ഫോഴ്സ് ബോഡിയുടെ മുകളിലുണ്ട്. അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് ആ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് സീറോ അല്ല. തിരിച്ചും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ബോഡിയുടെ നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ഡയറക്ഷനിലെ ബോഡിക്ക് എന്തില്ല, ആക്സിലറേറ്റഡ് മോഷൻ ഇല്ല. ഓക്കെ, സോ ഈ ഇതിപ്പോൾ ഇപ്പോൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകത്തില്ല. നമുക്ക് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ സ്ട്രെയിറ്റ് ആയിട്ടൊരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രോബ്ലം നല്ലോണം ഒന്ന് വായിക്കുക, എന്നതിന് ശേഷം വീഡിയോ റെസ്യൂം ചെയ്യുക. ഓക്കെ, ഇത് പ്രോബ്ലത്തിൻ്റെ കൂടെയുള്ള ഫിഗറാണ്. ഈ ഫിഗർ തന്നാലും ഇല്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഒരു ബ്ലോക്ക്. ഓക്കെ, ആ ബ്ലോക്കിൻ്റെ മാസ് 200 കിലോഗ്രാം ആണ്. ഓക്കെ, 15 ഡിഗ്രി ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ബ്ലോക്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് കാണാൻ ചോദിച്ചാൽ വാട്ട് ഡിസ്റ്റൻസ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ദ ബോഡി മസ്റ്റ് സ്ലൈഡ് ബിഫോർ ഇറ്റ് റീച്ചസ് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ഇനീഷ്യൽ വെലോസിറ്റി, ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, 0 ആണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ, 0 ആണ്. ഓക്കെ, ഇനീഷ്യലി സ്റ്റേഷനറി, അതായത് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. ഓക്കെ, സോ എത്ര ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ വെലോസിറ്റി, അതായത് ഫൈനൽ വെലോസിറ്റി എത്ര എത്തുന്ന പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് എത്തുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടുത്തെ ബോഡിയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ അതായത് ഈ പ്ലെയിനിൻ്റെ സെയിം ഡയറക്ഷനിൽ ബോഡിക്ക് എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ v = u + at അല്ലെ v² = u² + 2as എന്നുള്ള ഇക്വേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമുക്കതിൻ്റെ ടൈമും അതേപോലെ ആക്സിലറേഷൻ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ബോഡിയുടെ ആക്സിലറേഷനാണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ കൈനമാറ്റിക്സ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കൈനമാറ്റിക്സ് വെച്ചിട്ട് ഇതിൻ്റെ ആക്സിലറേഷൻ കിട്ടത്തില്ല. ഓക്കെ, സോ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് തന്നിട്ടുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 എന്നാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇതൊരു കൈനറ്റിക്സിലെ പ്രോബ്ലമാണ്. കൈനറ്റിക്സിലെ പ്രോബ്ലത്തിൽ എപ്പോഴും മാസ് തരും. ഓക്കെ, പിന്നെ ഫ്രിക്ഷൻ അല്ലേ, ഫോഴ്സൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫോഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ബോഡിയുടെ ഈ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനാണ്. ഓക്കെ, നൗ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ഫ്രീ ബോഡി ഡയഗ്രാം മോഡ്യൂൾ 1 മുതലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. സോ ആദ്യം നമ്മളതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് കേസ് എന്താ, ഇനി ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഇൻക്ലൈൻഡ് ആയിട്ടാണ് ബോഡി ഇരിക്കുന്നതെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ വേണം അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ. ബോഡീനെ കൊണ്ടുപോയിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് വരയ്ക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, സോ 15 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ ബോഡീനെ നിങ്ങൾ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ, ബ്ലോക്ക് അതിൻ്റെ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ 15 ഡിഗ്രി ഇൻക്ലിനേഷനിൽ തന്നെ വരയ്ക്കണം. ബോഡിയുടെ വെയിറ്റ്
എത്രയാ ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് 200 ആണ്. സോ 200 ഇൻറ്റു ജി ആണ് ബോഡിയുടെ വെയിറ്റ്, അറിയാലോ. സോ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലേ ഒരു റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യും, അതാണ് ഈ റെഡ് ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പ്ലെയിന് അത് RA. ഓക്കെ, സോ RA എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യണം. ഇനി ഈ വെയിറ്റിന് 2 കോമ്പണൻറ്റ് ഉണ്ടാവും അല്ലേ. ഈ വെയിറ്റ് ഇങ്ങനെ ഇരിക്കുന്ന വെയിറ്റിന് 2 കോമ്പണൻറ്റ് ഉണ്ടാവും, അലോങ് ദി പ്ലെയിനും പെർപെൻഡിക്കുലർ ടു പ്ലെയിനും. ഓക്കെ, സോ രണ്ടാമത്തെ കോമ്പണൻറ്റ് ഇൻവേർഡ് ഉള്ളിലേക്കാണ് ഉണ്ടാവുക. ഓക്കെ, സോ WA-ൻ്റെ ഒരു കോമ്പണൻറ്റ്. ഓക്കെ, ഇനി ഈ ആംഗിൾ എന്തായിരിക്കും, മുന്നേ ഡിസ്കസ് ചെയ്താണ്, ഇത് 15 ഡിഗ്രിയാണ്. സോ ഈ കോമ്പണൻറ്റ് എന്ത് വരും, WA cos 15 ഡിഗ്രി അല്ലേ. ഓക്കെ, ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ WA cos 15 ഡിഗ്രിയാണ് ഒരു കോമ്പണൻറ്റ്, WA sin 15 ഡിഗ്രിയാണ് അടുത്ത കോമ്പണൻറ്റ്. ഓക്കെ, അപ്പോൾ വെയിറ്റിൻ്റെ 2 കോമ്പണൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ദ മെയിൻ പോയിന്റ് ഈസ് നമ്മൾ എല്ലാ ഫോഴ്സിനെയും പാരലൽ ടു പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വെയിറ്റിനെ നമ്മൾ എന്ത് ചെയ്തത്, 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ, ഒരു ഫോഴ്സ് കൂടി ആക്ട് ചെയ്യുന്നുണ്ട്, അതിനെ വിട്ടുപോരുത്. അതായത് ബോഡി ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഓക്കെ ഡിഫോൾട്ടായിട്ട് ഇതിപ്പം എന്തായാലും മുകളിലേക്ക് സ്ലൈഡ് ചെയ്യത്തില്ലല്ലോ, താഴേക്കല്ലേ സ്ലൈഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇത് വെയിറ്റിൻ്റെ കോമ്പണൻ്റ് ഉള്ളതുകൊണ്ട് താഴേക്ക് ഇത് സ്ലൈഡ് ചെയ്യും. സോ ബോഡി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇവിടെ എന്തുണ്ടാവും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. സോ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, mu ടൈംസ് RA, ദ റിയാക്ഷൻ പ്രൊവൈഡ് ബൈ ദ സർഫസ്. സോ mu തന്നിട്ടുണ്ട് ഇവിടെ. സോ ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ദ റൈറ്റ് സൈഡ് അല്ലേ. ബോഡി മൂവ് ചെയ്യുന്ന ബ്ലൂ ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണുള്ളത്, റൈറ്റ് സൈഡിലേക്കാണ് ഉള്ളത്. ഓക്കെ, സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ദി റൈറ്റ് സൈഡ് ഡയറക്ഷൻ, അതാണ് റൈറ്റിലേക്കുള്ള റെഡ് ആരോ. അത് എത്ര വരിക, mu ഇൻറ്റു RA. ഓക്കെ, മ്യൂയുടെ വാല്യൂ അറിയാം, RAയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. mu ഇൻറ്റു RA ആണ് ആ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതിനെ F എന്ന് ഡിനോട്ട് ചെയ്തു ഞാനിപ്പോൾ തൽക്കാലം. സോ ബ്ലൂ ആരോൻ്റെ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഡയറക്ഷനിലാണ് ബോഡിക്ക് എന്തുള്ളത്, ആക്സിലറേഷൻ ഉള്ളത്. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രാം നോർമൽ നമ്മൾ മോഡ്യൂൾ 1-2 ഡിസ്കസ് ചെയ്ത ഫ്രീ ബോഡി ഡയഗ്രാം ഇത് തമ്മിലൊരു മെയിൻ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 1, 2 and 3 ബോഡി റെസ്റ്റിലാണ്. ഇവിടെ എന്താണ്, ബോഡി ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഈ കേസിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലേ, ഈ ബ്ലൂ ആരോ. ഓക്കെ, തിക്കായിട്ടുള്ള ബ്ലൂ ആരോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഡയറക്ഷനെ നമ്മൾ എന്തായിട്ട് എടുക്കണം, പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കണം. അതായത് ഡൈനാമിക്സിൽ ഒരു മെയിൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, ബോഡി ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്തിട്ടുള്ളത്, ആ ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, സോ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഈസ് ദിസ് ലെഫ്റ്റ് സൈഡ് ഡയറക്ഷൻ. സോ ആ ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ മൊത്തം പോസിറ്റീവായിട്ട് എടുക്കണം. സോ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ്, ഇത് പോസിറ്റീവാണ്. ഓക്കെ, പിന്നെ FN ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ, ഇത് നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഈ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഫോഴ്സിനെ പറ്റി അധികം ആലോചിക്കേണ്ട അധികം വെറിഡ് ആവേണ്ട ആവശ്യമില്ല, കാരണം അത് ബാലൻസ് ആയിപ്പോകും. കാരണം ഒരു ബോഡി ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് എന്തില്ല, ബോഡിക്ക് മോഷൻ ഇല്ല. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് എന്തായി പോകണം, ഇപ്പോൾ ബോഡി മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, മോഷൻ ഈ ഡയറക്ഷനിലാണ്, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടാവാൻ പാടില്ല, കാരണം ബോഡി മൂവ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആയിട്ടാണ്, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ 2 ഫോഴ്സ് ഉണ്ട്, ആരൊക്കെയാ, RA ഉണ്ട്, WA cos 15 ഉണ്ട്. അത് രണ്ടും എന്തായി പോകും, ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രാം തെറ്റാതെ വരയ്ക്കുക. ഓക്കെ, MA തന്നിട്ടുണ്ട്, അപ്പോൾ WA കിട്ടും, mu തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി FBD നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, എന്താണ്, റിസൾട്ടൻ്റ് ഫോഴ്സ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, അതായത് പാരലൽ ടു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉദ്ദേശിച്ചത്, ഈ പോസിറ്റീവ് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് പാരലൽ ടു പ്ലെയിൻ അല്ലേ. പ്ലെയിൻ ഇങ്ങനെയല്ലേ കിടക്കണം, അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, സോ നെറ്റ് ഫോഴ്സ് പാരലൽ ടു പ്ലെയിൻ എന്തായിരിക്കും, MA ആയിരിക്കും. ഓക്കെ, അതായത് F = MA. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷൻ എടുക്കുന്നത്, പാരലൽ ടു പ്ലെയിൻ. ഓക്കെ, സോ F = MA, നമ്മൾ എക്സ് ഡയറക്ഷൻ എടുക്കുമ്പോൾ FX = MAX. നമ്മൾ എക്സ് എന്നുള്ള ഡയറക്ഷൻ അല്ല എടുക്കുന്നത്, അതായത് ഈ പ്ലെയിനിന് പാരലായിട്ടുള്ള ഡയറക്ഷനാണ് നമ്മൾ എടുക്കുന്നത്, അതാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. നെറ്റ് ഫോഴ്സ് പാരലൽ ടു പ്ലെയിൻ എന്താണ്, M × A പാരലൽ ടു പ്ലെയിൻ. ഓക്കെ, അപ്പോൾ
നമ്മൾ പാരലൽ ഡയറക്ഷണൽ ആക്സിലറേഷനെ സിംപ്ലി എ ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ എം എ ഇൻറ്റു എ, എം എ എന്ന് ഉദ്ദേശിച്ച മാസ് ഓഫ് എ ഇൻറ്റു എ. ഓക്കെ, ഈ രണ്ടാമത്തെ എ എന്താണ്? ആക്സിലറേഷൻ ആണ്. ഇത് ബോഡിയുടെ നെയിമിംഗ് ആണ്. ഓക്കെ, എ. ഇനി നെറ്റ് ഫോഴ്സ് പാരലൽ ടു പ്ലെയിന് 0 ആവത്തില്ല. കാരണം എന്താ? ബോഡിക്ക് ആ ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്. അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, പക്ഷേ നെറ്റ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു പ്ലെയിന് 0 ആയിരിക്കും. കാരണം ബോഡിക്ക് ആ ഡയറക്ഷനിൽ മോഷൻ ഇല്ല. ഇനി നെറ്റ് ഫോഴ്സ് പാരലൽ ടു പ്ലെയിൻ എടുക്കുമ്പോൾ ഇതിനെ പോസിറ്റീവ് എടുക്കണം. കാരണം അതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, സോ ഫോഴ്സ് ഫസ്റ്റ് എടുക്കുമ്പോൾ WA sin 15 എന്താണ്? പോസിറ്റീവാണ്. മ്യൂ ഇൻറ്റു RA നെഗറ്റീവാണ്. ഇവിടെ നെഗറ്റീവ് കയറി വന്നുണ്ടോ? ഓക്കെ, ഈക്വൽ ടു മാസ് എന്താ? ഓൾറെഡി തന്നിട്ടുണ്ട് 200. ആക്സിലറേഷൻ നമുക്ക് അറിയത്തില്ല. ഓക്കെ, ഇനി ജസ്റ്റ് വാല്യൂസ്. ഓക്കെ, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് റീഅറേഞ്ച് അല്ല, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് WA വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് sin 15 ഡിഗ്രി ഇപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ എഴുതി. 0.1 ഇൻറ്റു RA. ഓക്കെ, 0.1 RA അറിയത്തില്ല ഇപ്പോൾ തൽക്കാലം. ഓക്കെ, ഇൻറ്റു ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു എ. ഇക്വേഷൻ 1 കിട്ടി. ഇനി നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നുകൂടി ഞാൻ ഇവിടെ വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, സെയിം ഫ്രീ ബോഡി ഡയഗ്രാം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി റിസൾട്ടൻ്റ് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ എന്താവണം? 0 ആവണം. കാരണം എന്താ? ബോഡിക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മോഷൻ ഇല്ല. മോഷൻ ഇല്ലെങ്കിൽ ബോഡി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റെസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ക്ലിക്ക് ആണ്. അതായത് ബോഡി ഒരു ഡയറക്ഷനിൽ റെസ്റ്റ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു വെഹിക്കിളിൽ ഒറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഒറിസോണ്ടലാണ് മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മുടെ നെറ്റ് ഫോഴ്സ് എന്താ? 0 ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമുക്ക് മോഷൻ ഇല്ലല്ലോ. മോഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ആ ഡയറക്ഷനിൽ എന്താണ്? ആക്സിലറേഷൻ 0 ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് 0 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? RA മുകളിലേക്കാണ് അല്ലേ? RA ആര് ബാലൻസ് ചെയ്യണം? WA cos 15 ബാലൻസ് ചെയ്യണം. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താവും? RAന് ഇപ്പോൾ തൽക്കാലം മുകളിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, എടുത്തില്ലെങ്കിലും സെയിം ആൻസർ തന്നെ കിട്ടും. ഇപ്പോൾ മുകളിലേക്ക് നെഗറ്റീവ് എടുത്താലും സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ തൽക്കാലം നമ്മൾ മുകളിലേക്ക് പോസിറ്റീവ് എടുത്തു. അപ്പോൾ RA മൈനസ് WA cos 15 എന്ത് കിട്ടും? 0 കിട്ടണം. ഇവിടെ കൊണ്ടുപോയിട്ട് MA എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റാണ്. MA വരത്തില്ല, അവിടെ ആക്സിലറേഷൻ ഇല്ല. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് RA എന്ത് കിട്ടും? 1.8 അല്ലേ? ഈ വാല്യൂ കിട്ടും. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ WA അറിയാം, cos 15 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും. ഇനി ഈ RAന് എന്ത് ചെയ്യണം? നേരത്തെ ഇക്വേഷൻ 1 അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. അതാരാണ്? A. ഓക്കെ, ആക്സിലറേഷൻ കിട്ടി. ഓക്കെ, വൺസ് ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമ്മളോട് കാണാൻ ചോദിച്ച ആക്സിലറേഷൻ അല്ല. ഓക്കെ, എത്ര ടൈമിലാണ് താഴെ ഈ ഡിസ്റ്റൻസിൽ എത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ബോഡി സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആണ്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 10 ആണ്. നമുക്ക് S അറിയത്തില്ല. ഓക്കെ, അപ്പോൾ V² = U² + 2AS എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിലറേഷൻ അറിയാം, V അറിയാം, U അറിയാം, S കിട്ടുമല്ലോ. വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. സോ യു വിൽ ഗെറ്റ് S. അപ്പോൾ 31.4 മീറ്ററിൽ എത്തുമ്പോഴേക്കും ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിട്ടുണ്ടാവും? 10 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കണ്ടോ, നമ്മൾ ഈ കൈനമാറ്റിക്സിലെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട് കൈനറ്റിക്സിൽ. ഓക്കെ, അത് എപ്പോഴും വേണ്ടി വരില്ല. ചില കേസിൽ നമ്മളോട് ഫോഴ്സ് മാത്രമേ ചോദിക്കത്തുള്ളൂ, അല്ല ആക്സിലറേഷൻ ഓഫ് ദി ബോഡി മാത്രമേ ചോദിക്കത്തുള്ളൂ, ടെൻഷനൊക്കെ ചോദിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഡിസ്റ്റൻസ് കൂടി ചോദിച്ചു. അപ്പോൾ കൈനറ്റിക്സിലെ പ്രോബ്ലത്തിൽ കൈനമാറ്റിക്സിൻ്റെ ഇക്വേഷനും യൂസ് ചെയ്യണം. അത് പക്ഷേ അവസാനം വേണ്ട സമയത്ത് മാത്രമേ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ നെറ്റ് ഫോഴ്സ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, നൗ എക്സാമിന് സ്ഥിരം ചോദിക്കേണ്ട ഒരു സംഭവമാണ് കണക്റ്റഡ് ബോഡീസിൻ്റെ കേസ്. ഓക്കെ, കണക്റ്റഡ് ബോഡീസിൻ്റെ കേസിൽ ഇതിപ്പോൾ ഒരു സിമ്പിൾ കേസ് എടുക്കാം. ഓക്കെ, ഒരു കണക്റ്റഡ് ബോഡി സിസ്റ്റമാണ് ഇത്. ഓക്കെ, AB എന്ന് പറഞ്ഞ 2 ബോഡി. ഓക്കെ, അതിനൊരു പുള്ളി വെച്ചിട്ട് ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ വേറൊരു കേസാണ് ഇങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടാമത്തെ ഫിഗറിൽ ഫിഗർ 1 ഫിഗർ 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗർ 2 B എന്ന് പറഞ്ഞ ബ്ലോക്കുമായിട്ട് 2 സ്ട്രിങ് മീൻസ് കണക്ഷൻ വരുന്നുണ്ട് അല്ലേ? ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഇതും, ഓക്കെ, ഒന്ന് ഇതും, 2 സ്ട്രിങ് വരുന്നുണ്ട്. ഫിഗർ 1 ഒറ്റ സ്ട്രിങ്ങേ ഉള്ളൂ. ഓക്കെ, ഇനി വളരെ കോമൺ സെൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ B താഴേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, B താഴേക്ക് മൂവ് ചെയ്യുന്ന അതേ ആക്സിലറേഷനിലായിരിക്കും ആരും മൂവ് ചെയ്യുക? A റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, സ്ട്രിങ് എക്സ്റ്റൻഷൻ ഒന്നും വരാത്തൊരു സ്ട്രിങ്. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്യാം. ബട്ട് ഫിഗർ ബിയിൽ B താഴേക്ക് മൂവ് ചെയ്യുന്ന അതേ ആക്സിലറേഷനിൽ A മൂവ് ചെയ്യത്തില്ല. ഓക്കെ, അവിടെ ഒരു ഡിഫറൻസ് വരും. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ഇവിടെ കോമൺ സെൻസ് വെച്ചിട്ട് ജസ്റ്റ് എന്താണോ ആക്സിലറേഷൻ ബിക്ക് അതേ ആക്സിലറേഷൻ തന്നെ എക്ക് കിട്ടും അല്ലേ? ഒരൊറ്റ സ്ട്രിങ്ങുമായിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, നൗ
സോ ബിയുടെ താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതാണ് ബിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ഏതാണ്? താഴേക്കാണ് ബിയുടെ പോസിറ്റീവ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ വെയിറ്റ് താഴേക്കാണല്ലോ. ഇപ്പോൾ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്താലും വെയിറ്റ് താഴേക്കാണ്. വെയിറ്റ് ഒരിക്കലും കൊണ്ട് തെറ്റിക്കരുത്. വെയിറ്റ് ഈസ് ഓൾവേസ് വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷൻ. ബോഡി എവിടെ മൂവ് ചെയ്താലും വെയിറ്റ് താഴേക്കാണ്. അപ്പോൾ ബിന്റെ കേസിൽ ബിയുടെ വെയിറ്റ് WB എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവാണ്. കാരണം പോസിറ്റീവ് ഡയറക്ഷൻ ഏതാണ്? താഴേക്കാണ്. എയുടെ വെയിറ്റ് ഈ എയുടെ ആക്സിലറേഷനായിട്ട് കണക്ഷൻ ഇല്ല. ഓക്കെ, സോ ഇവിടെ ഒരു സ്ട്രിങ്, ഇവിടുത്തെ സ്ട്രിങ് കട്ട് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എയുടെ കേസിൽ ടി എന്ന് പറഞ്ഞ ടെൻഷൻ എന്താണ്? പോസിറ്റീവാണ്. കാരണം ടി ആക്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. പക്ഷേ ബിന്റെ കേസിൽ ഈ ടി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം ടി ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, സോ എ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് സെയിം ആക്സിലറേഷൻ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ പോസിറ്റീവ് ഡയറക്ഷൻ എന്താണ്? റൈറ്റ് സൈഡാണ്. വിത്ത് റെസ്പെക്ട് ടു ബി പോസിറ്റീവ് ഡയറക്ഷൻ ഡൗൺ. അതെങ്ങനെയാണ് വരണത്? കാരണം ബി എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ബി. എ എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എ. മനസ്സിലായോ? ഓക്കെ, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി ഇപ്പോൾ ഫിഗർ 2ന്റെ കേസിൽ ബി താഴേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ബിന്റെ പോസിറ്റീവ് ഏതാണ്? AB. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷനും മുകളിലത്തെ ഈ ആക്സിലറേഷൻ രണ്ടും സെയിം ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് നൊട്ടേഷൻ യൂസ് ചെയ്തത്. ഈ കേസിൽ രണ്ടും എന്താണ്? A ആണ്. രണ്ടും എന്താണ്? A ആണ്. ഓക്കെ, ഇനി ഈ ആക്സിലറേഷൻ ഉണ്ടല്ലോ, ആക്സിലറേഷൻ ഓഫ് എയും ആക്സിലറേഷൻ ഓഫ് ബിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഡിറൈവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ പുള്ളിയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബിയിൽ നിന്നും ഈ ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗർ ബിയിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എത്ര വരും? എക്സ് പ്ലസ് വൈ അല്ലേ? ഈ സൈഡിൽ വൈ പ്ലസ് വൈ 2y വരും. റൈറ്റ്? സോ എക്സ് പ്ലസ് 2y ആണ് എന്ത്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ത് വരും? എക്സ് പ്ലസ് 2y. അത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. സ്ട്രിങ്ങിൻ്റെ ലെന്ത് മാറുന്നില്ല. ഫിഗർ 1 ആണെങ്കിലും ശരി, 2 ആണെങ്കിലും ശരി, സ്ട്രിങ്ങിൻ്റെ ലെന്ത് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ എക്സ് പ്ലസ് 2y. ബട്ട് ഈ ഫിഗർ 2ന്റെ കേസിൽ ബി താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടല്ലോ. എക്സ് വേരിയബിൾ ആണ്. ബി താഴേക്ക് മൂവ് ചെയ്യുമ്പം വൈയും വേരിയബിൾ ആണല്ലോ. വൈയും വേരിയബിൾ ആണ്. വൈ കൂടി വരും, എക്സ് കുറഞ്ഞു വരും. പക്ഷേ എക്സ് പ്ലസ് 2y എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ നമ്മളിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇക്വേഷൻ 1നെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. d/dt ഓഫ് എക്സ് പ്ലസ് 2y എന്ത് കിട്ടും? 0 കിട്ടും. കാരണം റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ആണ്. സോ dx/dt പ്ലസ് 2 × dy/dt കിട്ടും. ഓക്കെ, ഇനി dx/dt ബേസിക്കലി എന്താ? എക്സ് എന്താ? ഫിക്സഡ് റെഫറൻസിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആര്? എക്സ്. സോ എക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ആരുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്? എ എന്ന് പറഞ്ഞ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഫിക്സഡ് അല്ലേ? ഒറിജിൻ നമ്മൾ 0 ആയിട്ട് എടുക്കുക. മീൻസ് ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിനല്ലേ നമ്മൾ ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. സോ ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആര്? എക്സ്. ദാറ്റ് ഈസ് ബേസിക്കലി ഡിസ്പ്ലേസ്മെൻറ്റ്. സോ dx/dt എന്താ? ബേസിക്കലി വെലോസിറ്റി ഓഫ് എ. അതേപോലെ dy/dt വൈ എന്ന് പറഞ്ഞാൽ എന്താ? അഗെയിൻ ഫിക്സഡ് ആയിട്ടുള്ള റെഫറൻസിൽ നിന്നും ബ്ലോക്ക് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആര്? വൈ. സോ dy/dt എന്താണ്? VB. അപ്പോൾ VA പ്ലസ് 2VB ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റിയുടെ നെക്സ്റ്റ് ഡിഫറൻഷ്യേഷൻ എന്താ? ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ ഓഫ് എ പ്ലസ് 2 ടൈംസ് ദ ആക്സിലറേഷൻ ഓഫ് ബി എന്താണ്? 0 കിട്ടും. ഓക്കെ, സോ ഫൈനലി നമുക്ക് വേണമെങ്കിൽ മീൻസ് ന്യൂമറിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാം. ആക്സിലറേഷൻ ഓഫ് എയും ആക്സിലറേഷൻ ഓഫ് ബിയും നെഗറ്റീവ് ഒക്കെ ആയിട്ട് വരും. ബട്ട് ന്യൂമറിക്കലി നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ആക്സിലറേഷൻ ഓഫ് ബി ഈസ് ഹാഫ് ദ ആക്സിലറേഷൻ ഓഫ് എ എഴുതാമല്ലോ. ഓക്കെ, സോ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ക്ലാസ്സിലെടുത്തത് ഇതായിരിക്കത്തില്ല. ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവുക. ആക്സിലറേഷൻ ഓഫ് എ ഈക്വൽ ടു 2 ടൈംസ് ആക്സിലറേഷൻ ഓഫ് ബി. സെയിം ഇക്വേഷൻ തന്നെ, ബട്ട് ക്ലാസ്സിൽ ഞാൻ എടുത്തത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുക. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇതാണ് ആക്സിലറേഷൻ ഓഫ് എയും ആക്സിലറേഷൻ ഓഫ് ബിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവണം. ഇങ്ങനെ ഡിറൈവ് ചെയ്യാൻ പോകരുത്. ഓക്കെ, ഇത് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ് ഈ ഇക്വേഷൻ. അതായത് ബി എന്നുള്ള ബ്ലോക്ക് 2 സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2AB. അത് ബി എന്ന് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് എന്താ? ഇപ്പോൾ ലെറ്റ്സ് ഇവിടെ എക്സ് എന്നുള്ള ബ്ലോക്കും ഇവിടെ വൈ എന്നുള്ള ബ്ലോക്കുമാണ്. എന്താ റിലേഷൻ?
2 ടൈംസ് ആക്സിലറേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു, കാരണം രണ്ട് സ്ട്രിങ് വന്നിട്ടുണ്ടല്ലോ ബി എക്സുമായിട്ട്, വൈയുമായിട്ടോ ഒരു സ്ട്രിങ് വന്നിട്ടുള്ളൂ. സോ ജസ്റ്റ് 1AY. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെക്കണം. ഓക്കെ, തെറ്റിപ്പോരുത്. അതായത് ഒരു ബ്ലോക്കുമായിട്ട് രണ്ട് സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ആക്സിലറേഷൻ ഓഫ് ബി, ഓക്കെ, ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് അതർ ബ്ലോക്ക്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബി എന്ന് പറഞ്ഞ ബ്ലോക്ക് രണ്ട് സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളെക്കാട്ടും പകുതിയായിരിക്കും. ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളാണ് ആര്? എൻ്റെ ആക്സിലറേഷൻ്റെ പകുതിയാണ് ആർക്ക്? ബിക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ബി 3 സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 3 ടൈംസ് ആക്സിലറേഷൻ ഓഫ് ബി ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് എ. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ WB താഴേക്ക് വരും, ടെൻഷനിലെ ഇപ്പോൾ ഫിഗർ 1 നോക്കുക, ടെൻഷൻ മുകളിലേക്ക് വരും. ഓക്കെ, ഇനി എൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ റൈറ്റ് സൈഡിലേക്ക് വരും, വെയിറ്റ് താഴേക്ക് വരും അല്ലേ, റിയാക്ഷൻ മുകളിലേക്ക് പോകും, RA മുകളിലേക്ക് പോകും. ഇനി എ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിലേക്ക്. ഫ്രിക്ഷൻ എങ്ങോട്ട് പോകും? ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ഓക്കെ, F എന്ന് പറയുന്നത് എന്തായിരിക്കും? μRA. ഇതേപോലെ തന്നെ ഫിഗർ 2ൻ്റെ കേസിലും വെയിറ്റ് താഴേക്ക് പോകും. ഓക്കെ, ഫിഗർ 2ൻ്റെ കേസിൽ ബ്ലോക്ക് ബീൻ്റെ മുകളിൽ, ഓക്കെ, സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഒരൊറ്റ ടെൻഷൻ ഉണ്ടാവുള്ളൂ ഏത് ബ്ലോക്കിലാണെങ്കിലും. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഇവിടെ ഒരു ടെൻഷൻ T, ഇവിടെ ഒരു ടെൻഷൻ T. അപ്പോൾ T+T 2T ആണ് ബി എന്ന് പറഞ്ഞ ബ്ലോക്കിന് കിട്ടുന്നത്. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ മുകളിൽ T മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെ രണ്ട് സ്ട്രിങ് വന്നിട്ടുണ്ട്. ബിയുമായിട്ട് കോണ്ടാക്ട് മീൻസ് ബിയുമായിട്ട് ഇൻട്രാക്ഷൻ രണ്ട് സ്ട്രിങ് വന്നിട്ടുള്ളത് കൊണ്ട് 2T വരും എന്ത്? മുകളിലേക്കുള്ള ഫോഴ്സ്. ഓക്കെ, അപ്പോൾ T+T 2T മുകളിലേക്ക് വരും. ഓക്കെ, ഇനി എൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഇത് തന്നെ വരും. ഇവിടെ വെയിറ്റ് താഴേക്ക്, റിയാക്ഷൻ മുകളിലേക്ക്, ഫ്രിക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്ക്. ഓക്കെ, സോ എൻ്റെത് വ്യത്യാസമില്ല ഫിഗർ 1ൽ 2ലും. ബീൻ്റെ നോക്കുമ്പോൾ ഓക്കെ, ഫിഗർ 1ൽ ഒരു ടീം വരും, ഇവിടെ എന്ത് വരും? 2 T വരും, 2T. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ ചെരിഞ്ഞിട്ടുള്ളൊരു കേസ് നോക്കാം. ചെരിഞ്ഞാലും നമ്മുടെ ആ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷന് വ്യത്യാസമില്ല. ഓക്കെ, ഇതിപ്പോൾ ചെരിഞ്ഞിട്ടുള്ള കേസാണെങ്കിൽ പോലും ബി ആയിട്ട് രണ്ട് സ്ട്രിങ് ആണ് കണക്ഷൻ വന്നിട്ടുള്ളത്, എ ആയിട്ട് ഒരു സ്ട്രിങ്. അപ്പോഴും റിലേഷൻ സെയിം തന്നെ. ഫിഗർ 3ൽ വ്യത്യാസമില്ല. ഫിഗർ 3ൽ ഒറ്റ സ്ട്രിങ് ആണ് രണ്ടും കണക്ട് ചെയ്തില്ല, സോ ആക്സിലറേഷൻ ഡിഫറൻസ് ഇല്ല, സെയിം. പക്ഷേ ഫിഗർ 4 വരുമ്പോൾ ആക്സിലറേഷൻ ഓഫ് ബി എന്താണ്? ഹാഫ് ദി ആക്സിലറേഷൻ ഓഫ് എ. ഓക്കെ, ദെൻ ഫ്രീ ബോഡി ഡയഗ്രം കാര്യങ്ങൾ അത് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ ഒരു സിമ്പിൾ പ്രോബ്ലത്തിലേക്ക് പോവാണ്. എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് പ്രോബ്ലം നല്ലോണം വായിച്ചു നോക്കുക. ഓക്കെ, സോ ഇവിടെ രണ്ട് ബോഡീസ് A, B എന്ന് പറഞ്ഞ രണ്ട് ബോഡീസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടിൻ്റെയും മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, അവർ രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? ഒരൊറ്റ സ്ട്രിങ് വെച്ചിട്ട്, അതായത് ബ്ലൂ ലൈൻ ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, സോ രണ്ടിൻ്റെയും മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ എന്ത് ചെയ്യാം? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണ്. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രം മുന്നേ വരച്ചതുപോലെ തന്നെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. ഓക്കെ, അതായത് എ എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ വെയിറ്റ് താഴേക്ക് വരും, WA എത്രയാണ്? മാസ് 80 ആണ്, 80 × 9.8. ലെഫ്റ്റ് സൈഡിലേക്ക് ഓൾറെഡി ഒരു 400 ന്യൂട്ടൺ ഉണ്ട്, 400 ന്യൂട്ടൺ. ഓക്കെ, അത് വരച്ചു. റൈറ്റ് സൈഡിൽ ഇവിടെ സ്ട്രിങ് കട്ട് ചെയ്യാണല്ലോ നമ്മൾ, അപ്പോൾ ടെൻഷൻ വരും റൈറ്റ് സൈഡിലേക്ക്. ഓക്കെ, സോ എന്താണ് ടെൻഷൻ്റെ കൺസെപ്റ്റ്? എന്താ? എവേ ഫ്രം ദി ബോഡിയാണ് എപ്പോഴും. അപ്പോൾ ബീനെ നോക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് വരും ടെൻഷൻ. ഓക്കെ, ഇനി അഡീഷണൽ റിയാക്ഷൻ ഫോഴ്സിൽ എൻ്റെ മുകളിലും ബീൻ്റെ മുകളിലും സർഫസിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും, രണ്ടും രണ്ടായിരിക്കും. ഓക്കെ, എൻ്റെ മുകളിൽ RA. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് വായിക്കുക. അതായത് 400 ന്യൂട്ടൺ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും എങ്ങോട്ട് മൂവ് ചെയ്യും? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഈ പ്രോബ്ലം 400 ന്യൂട്ടൺ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു ആക്സിലറേഷൻ, ബി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത ആക്സിലറേഷൻ. അങ്ങനെ എടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. കോമൺ സെൻസ് അല്ലേ? അതായത് ഇങ്ങനെ ഒരു സ്ട്രിങ് വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ്സ് എ വെരി സിമ്പിൾ ലോജിക് അല്ലേ? സോ എ എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അതേ ആക്സിലറേഷൻ ആയിരിക്കും ആർക്ക്? ബിക്കും. ഓക്കെ, ഇനി ഇതെന്തിനാണ് ഇപ്പോൾ ഡയറക്ഷൻ അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡയറക്ഷൻ എന്തിനാണ് പറഞ്ഞിരിക്കണേ? അതായത് എ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ സർഫസ് ഫ്രിക്ഷൻ റൈറ്റിലേക്കായിരിക്കും അല്ലേ? ആ ഫ്രിക്ഷൻ എന്തായിരിക്കും? μ × RA ആയിരിക്കും അല്ലേ? അപ്പോൾ μ × RA റൈറ്റിലേക്ക് പോകും. ഓക്കെ, ബോഡി എ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക്. സോ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഡയറക്ഷൻ. ഇനി ബി എടുക്കുക, ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രം എടുക്കുക. സോ ബിയുടെ കേസിലും വെയിറ്റ് താഴേക്ക് അല്ലേ, ടെൻഷൻ ലെഫ്റ്റ് സൈഡിലേക്ക്,
റിയാക്ഷൻ മോളിലേക്ക് എനി. ഫ്രിക്ഷനോ സെയിം റൈറ്റ് സൈഡിലേക്ക് വരും. കാരണം എന്താ, ബിയും ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ സെയിം മ്യൂ ഇൻറ്റു ആർ ബി വരും അല്ലേ. മ്യൂ 0.3 ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുണ്ട്. സോ 0.3 ഇൻറ്റു ആർ ബി വരും. ഓക്കെ, ഇനി എങ്ങോട്ടാണ് ബി യു മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്ക്. സോ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് ബി യു എന്ത് തന്നെയാണ്? ലെഫ്റ്റ് ആണ്. ഓക്കെ, സോ എയും ബിയും രണ്ടും എന്താണ്? ലെഫ്റ്റിലേക്കാണ് പോസിറ്റീവ് ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, നൗ രണ്ടിൻ്റെയും വെയിറ്റ് അറിയാലോ, മാസ് അറിയാം. സോ വെയിറ്റ് കണ്ടുപിടിക്കുക രണ്ടിൻ്റെയും. ഓക്കെ, മാസ് ഇൻറ്റു ജി. ഓക്കെ, ഇനി എഫ് ബി ഡി ഓഫ് എ മാത്രം നമ്മളിപ്പോൾ എടുക്കാം. ഓക്കെ, എഫ് ബി ഡി ഓഫ് എ എടുക്കുമ്പോൾ എന്താ സ്ഥിതി? ഓക്കെ, ഒന്നുകൂടി നേരത്തെ വരച്ച സെയിം എഫ് ബി ഡി തന്നെ ഒന്നുകൂടി ഇവിടെ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, സോ പോസിറ്റീവ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് ഏതാ? 400 ആണ്. ടി നെഗറ്റീവ് ഡയറക്ഷനാണ്. 0.3 ആറേയും രണ്ടും എന്താണ്? നെഗറ്റീവ് ഡയറക്ഷനാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കുക. എന്തിനാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ എടുക്കുന്നത്? വെർട്ടിക്കൽ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് 0. കാരണം എന്താ? ബോഡി മൂവ് ചെയ്യുന്ന എങ്ങനെയാണ്? ഹൊറിസോണ്ടലാണ്. സോ നെറ്റ് ഡയറക്ഷൻ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്താണ്? 0 ആണ്. ഓക്കെ, സോ എഫ് ബി ഡി ഓഫ് എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എയും ഡബ്ല്യു എ എന്താവണം? സെയിം ആവണം. അത് ഒറ്റയടിക്ക് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണം ഒറ്റയടിക്ക് എഴുതാം. അതിൻ്റെ ബ്രാക്കറ്റിലോ മറ്റേ ഇങ്ങനെ ഒരു റീസൺ എഴുതിയാൽ മതി. സിൻസ് നെറ്റ് ഫോഴ്സ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് 0 ടു ദ പ്ലെയിൻ ഈസ് 0. അങ്ങനെ എഴുതിയിട്ട് ഡയറക്റ്റ് ആർ എ ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതാം. കുഴപ്പമില്ല. ഓക്കെ, വെയിറ്റിനെ ബാലൻസ് ചെയ്യണം. കാരണം വെർട്ടിക്കൽ ഡയറക്ഷനിലെ ബോഡി എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? നെറ്റ് ഫോഴ്സ് എന്താണ്? എം ഇൻറ്റു എ ആണ്. ഓക്കെ, സോ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ വരുമ്പോൾ പാരലൽ ടു പ്ലെയിൻ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ടെൻഷൻ അല്ലേ. ടെൻഷൻ നെഗറ്റീവ് വരും. 400 ന്യൂട്ടൺ എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, സോ 400 ന്യൂട്ടൺ പോസിറ്റീവ് ആയിട്ട് വരും അല്ലേ. 400 മൈനസ് ടി ഈക്വൽ ടു എന്ത് വരും? സോറി, മൈനസ് ടി മൈനസ് 0.3 ആർ എന്ത് വരും? എം എ വരും അല്ലേ. എം എ എന്ന് ഉദ്ദേശിച്ചത് മാസ് ഓഫ് ബ്ലോക്ക് എ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് എ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മാസ് ഓഫ് ബ്ലോക്ക് എ എന്താണ്? 80 ആണ്. ഓക്കെ, മാസ് ഓഫ് ബ്ലോക്ക് എ 80 ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഓഫ് എ നമുക്കറിയത്തില്ല. ഓക്കെ, സോ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ 400 മൈനസ് ടി ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി ഇപ്പോൾ ഇതാണ് ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1-ലെ എ ആക്സിലറേഷനും അറിയത്തില്ല, ടിയും അറിയത്തില്ല, രണ്ടിനെയും നമുക്കറിയത്തില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫ്രീ ബോഡി ഡയഗ്രം എടുക്കാം. ഓക്കെ, ഓൾറെഡി വരച്ച ഫ്രീ ബോഡി ഡയഗ്രാണ്. സോ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമുക്ക് എന്ത് എഴുതാം? ഡബ്ല്യു ബി ഈക്വൽ ടു ആർ ബി എന്ന് എഴുതാം. കാരണം എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്തില്ല? ഫോഴ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ബി ഈക്വൽ ടു ആർ ബി എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഡബ്ല്യു ബി ആർ ബിയുടെ വാല്യൂ കിട്ടി. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ത് കിട്ടും? എം എ കിട്ടും അല്ലേ. നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ബി ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി. ആക്സിലറേഷൻ ഓഫ് എയും ആക്സിലറേഷൻ ഓഫ് ബിയും രണ്ടും എന്തിൻ്റെയാണ്? സ്മോൾ ലെറ്റർ എ ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ടി പോസിറ്റീവ് വരും. നേരത്തെ പോലെയല്ല, നേരത്തെ ടി നെഗറ്റീവ് വരുന്നു. പക്ഷേ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി എടുക്കുമ്പോൾ ടി പോസിറ്റീവ് ആണ്. സോ ഇവിടെ രണ്ട് ഫോഴ്സേ ഉള്ളൂ. ഓക്കെ, 200 ന്യൂട്ടൺ ഇവിടെ വരത്തില്ല. ഓക്കെ, എക്സ്റ്റേണൽ അപ്ലൈ ചെയ്തിട്ടുള്ള 200 ന്യൂട്ടൺ ഇതിലേക്ക് വരത്തില്ല. സോ ടി മൈനസ് 0.3 ആർ ബി എന്ത് വരും? 20 എ അല്ലേ. മാസ് ഓഫ് ബി 20 ആണ്. സോ ഇതാണെന്ത്? ഇക്വേഷൻ 2. ഓക്കെ, ഇനി ഇക്വേഷൻ 1 2 കാൽക്കുലേറ്ററിൽ ഇട്ടാൽ മതി. ഓക്കെ, എന്ത് ചെയ്യണം? ടീനെയും എയിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, കോൺസ്റ്റൻറ്റിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഞാനിപ്പോൾ തൽക്കാലം കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇക്വേഷൻ 2-നെയും 3-നെയും 5-നെയും ആഡ് ചെയ്തു. 2ഉം 5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇട്ടാലും മതി. ഓക്കെ, ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഓക്കെ, സോ ടെൻഷനും കിട്ടി, ആക്സിലറേഷനും കിട്ടി. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് ആക്സിലറേഷൻ പോസിറ്റീവ് തന്നെ കിട്ടണം. അതായത് നിങ്ങൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കണം. ഫ്രിക്ഷൻ വരുന്ന കേസിൽ നിങ്ങൾ അസ്യൂം ചെയ്ത ഡയറക്ഷനിൽ ആക്സിലറേഷൻ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്തിട്ടുള്ള ഡയറക്ഷൻ തെറ്റാണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ പ്രോബ്ലം എടുക്കാം. ഇത് 14 മാർക്കിന് ഒരിക്കൽ ചോദിച്ചാണ്. ഓക്കെ, എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. ഓക്കെ, സോ ഇവിടെ എന്താണ്? ആക്സിലറേഷൻ ആദ്യം നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ കണക്റ്റഡ് ബോഡിയാണിത്. ഓക്കെ,
സോ ഇത് കണക്റ്റഡ് ബോഡിയിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ആക്സലറേഷൻ ഓഫ് ബിയും ആക്സലറേഷൻ ഓഫ് എയും ഇവർ തമ്മിലുള്ള കണക്ഷനാണ്. ഇവിടെ ബി എന്ന് പറഞ്ഞ ബ്ലോക്ക് 2 സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ 2 ടൈംസ് ആക്സലറേഷൻ ഓഫ് ബി എന്താണ്? ആക്സലറേഷൻ ഓഫ് എ. ഇതാദ്യം എഴുതി വെക്കണം. ഓക്കെ, നൗ നോക്കാം. മാസ് ഓഫ് എയും ബിയും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? വെയിറ്റ് കണ്ടുപിടിക്കുക രണ്ടിൻ്റെയും. ഓക്കെ, ജസ്റ്റ് ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി എടുക്കുകയാണ് ഞാൻ. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി എടുക്കുമ്പോൾ എന്താണ് കേസ്? ആദ്യം എ എടുക്കുകയാണ്. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് എ എടുക്കുമ്പോൾ വെയിറ്റ് വെർട്ടിക്കലി താഴേക്ക് വരുമല്ലോ. അതിൻ്റെ കോമ്പണൻ്റ് ആയ WA sin40 അത് മനസ്സിലാക്കണേ. അതായത് ഇങ്ങനെ വരുമ്പോൾ, ഓക്കെ, ഇവിടെ ഇങ്ങനെ നോർമലി വരുമ്പോൾ ഇവിടെയാണ് 40 ഡിഗ്രി വരിക. ഓക്കെ, അപ്പോൾ cos 40 ആണ് ഇവിടെ വരിക, sin 40 ആണ് ഈ ഡയറക്ഷനിൽ വരിക. സോ WA sin40 എന്ത് വരും? ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്ലെയിന് വരും. ഓക്കെ, ടി അല്ലേ, WA cos 40 എന്ത് വരും? വെർട്ടിക്കൽ ഡയറക്ഷൻ ഓഫ് പ്ലെയിന് ഇൻവേർഡ് ആയിട്ട് വരും. ഓക്കെ, ദെൻ ഇവിടെ സ്ട്രിങ് ഒരൊറ്റ സ്ട്രിങ്ങേ ഉള്ളൂ. സോ ടി അല്ലേ. ഇനി സർഫസ് ആറായെന്ന് പറഞ്ഞിട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു റിയാക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ദെൻ ടി, ബാക്കി പെൻഡിങ് ആയിട്ട് വരുന്നത് ടി. അപ്പോൾ ഇത്രയും ഫോഴ്സസ് കറക്റ്റായിട്ട് എഴുതണം. ഇനി ഇതിലൊരു ഫോഴ്സും കൂടി ഉണ്ട്. എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുക, അതായത് ബി എന്ന് പറഞ്ഞ ബ്ലോക്കിന് 200ഉം ബിൻ്റെ ബ്ലോക്കിന് 100ഉം എ എന്നുള്ള ബ്ലോക്കിന് 200 ആണ് അല്ലേ. ബിയുടെ വെയിറ്റ് കുറവാണ്, എയുടെ വെയിറ്റ് ആണ് കൂടുതൽ. സോ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ ബ്ലോക്ക് വെയിറ്റ് കൂടിയ ആൾ താഴേക്ക് പോകുന്നതായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എ താഴേക്ക് പോകുമ്പോൾ, മീൻസ് എ എന്ന് പറഞ്ഞ ബ്ലോക്ക് താഴേക്ക് പോകുമ്പോൾ ബി എന്ത് ചെയ്യും? മുകളിലേക്ക് വരണമല്ലോ. അത് സിമ്പിൾ ലോജിക്ക്, തെറ്റിക്കരുത് കൊണ്ടുപോയിട്ട്. അതായത് നമ്മൾ എ എന്ന് പറഞ്ഞ ബ്ലോക്ക് താഴേക്കാണ് മൂവ് ചെയ്യുന്നതായിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. എ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ബി മുകളിലേക്കല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എ താഴേക്ക് എടുത്തു, ബിയും താഴേക്ക് എടുത്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് കോമൺ സെൻസ് അല്ലെങ്കിൽ സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് ഒന്ന് ആലോചിക്കുക. എ താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബി എന്താണ്? മുകളിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, സോ ആക്സിലറേഷൻ ഓഫ് ബി മുകളിലേക്കാണ്. ഓക്കെ, ആക്സിലറേഷൻ ഓഫ് എ താഴേക്കാണ്. ഇനി ബിൻ്റെ കേസിൽ 2t വരും അല്ലേ, T+T 2t വരും. ബിയുടെ വെയിറ്റ് ടി. ഓക്കെ, ബിയുടെ വെയിറ്റ് എന്താണ്? താഴേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഫ്രിക്ഷൻ, അതായത് എ എന്നുള്ള ബ്ലോക്കിന് മാത്രമേ ഫ്രിക്ഷൻ വരത്തുള്ളൂ. ബി എന്നുള്ള ബ്ലോക്ക് ഫ്രീ ആണ്, സർഫസ് ആയിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ എന് മാത്രമേ ഫ്രിക്ഷൻ വരത്തുള്ളൂ. ഇനി എ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? താഴേക്ക്. അതുകൊണ്ടാണ് ഈ ഗ്രീൻ എയറോ മുകളിലേക്ക് വന്നത്. കാരണം എ താഴേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷൻ എന്താണ്? മുകളിലേക്കാണ്. ഓക്കെ, അങ്ങനെയാണ് മ്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, 0.2 ആണ് തന്നിട്ടുണ്ട്. സോ 0.2 RA ആണ്. അതായത് ഈ സർഫസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ RA ആണ്. സോ മ്യൂ ടൈംസ് RA ആണ് അവിടുത്തെ ഫ്രിക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത് ഇത്രയും ഫോഴ്സും കാര്യങ്ങൾ അവിടെ വരണം. ഇനി ഏതാ പോസിറ്റീവ് ഡയറക്ഷൻ? ഇപ്പോൾ എയുടെ കേസ് എടുക്കാമെന്ന് വിചാരിക്കുക. എയുടെ പോസിറ്റീവ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? WA sin40 പോസിറ്റീവാണ്, അത് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. ടി നെഗറ്റീവ് ആണ്, കാരണം ടി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എ ആണ് അല്ലേ. ഫ്രിക്ഷനും നെഗറ്റീവാണ്. ഇനി ബിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാ പോസിറ്റീവ്? 2 ടെൻഷൻ, അതായത് 2t എന്താണ്? പോസിറ്റീവാണ്. വെയിറ്റ് എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, ഇനി ഇവിടെ എല്ലാവരും തെറ്റിക്കണ ഒരു കാര്യം, ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബി എടുത്തിട്ട് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ WB = 2t എന്നങ്ങ് എഴുതും. തെറ്റാണ്, ഒരിക്കലും വരത്തില്ല. ഓക്കെ, നെറ്റ് ഫോഴ്സ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ മീൻസ് ഇൻ ദിസ് വെർട്ടിക്കൽ ഡയറക്ഷൻ 0 ആവത്തില്ല. മുകളിലേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സിനെ ബാലൻസ് ചെയ്യരുത്, ഫോഴ്സ് ബാലൻസ് ആവത്തില്ല. ഡൈനാമിക്സിലെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബോഡി ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഫോഴ്സ് എന്താവത്തില്ല? ബാലൻസ് ആയിട്ട് ക്യാൻസൽ ആവത്തില്ല. ഓക്കെ, ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? MA ആണ്. ഫോഴ്സിന് ഒരു നോൺ സീറോ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതെപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഏത് ഡയറക്ഷനിൽ മാത്രമേ വരത്തുള്ളൂ? വെർട്ടിക്കൽ ഡയറക്ഷൻ ഓഫ് ദി പ്ലെയിൻ. ഓക്കെ, കാരണം ബോഡി എന്ത് ചെയ്യുന്നില്ല? മുകളിലേക്ക് ജമ്പ് ചെയ്യുന്നില്ല അല്ലേ, പ്ലെയിനിലോട്ട് തന്നെ സ്ലൈഡാണ് ചെയ്യുന്നത് അല്ലേ. എനിവേ, സോ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. അതായത് ബി ആയിട്ട് 2 സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ AB ആക്സിലറേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ഓഫ് എ എൻ്റെ നിരപ്പകുതി ആയിരിക്കും. ഞാൻ ക്ലാസ്സിലിപ്പോൾ 2AB = A എന്നായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, രണ്ടും സെയിം തന്നെ, ഇക്വേഷൻ 1 തന്നെയാണ് അത്. ഓക്കെ, ഇനി FBD ഓഫ് എ എടുത്തു. എന്റെ പോസിറ്റീവ് ഡയറക്ഷൻ അറിയാലോ, ഇതാണ് പോസിറ്റീവ് ഡയറക്ഷൻ, ഈ യെല്ലോ ആരോ. സോ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ല, പെർപെൻഡിക്കുലർ ടു മോഷൻ ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ എടുക്കാം.
എന്തിനാ പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ എടുക്കുന്നത്? പെർപെൻഡിക്കുലർ ടു പ്ലെയിന് 2 ഫോഴ്സേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഈ WAനെ നമ്മൾ പിന്നെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം WAനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിക്ചറിൽ ആരില്ല, WA ഇല്ല. ഓക്കെ, പിന്നെ എല്ലാ ഫോഴ്സും നോക്ക്. ഇവിടെ ആക്ച്വലി ആക്ട് ചെയ്യുന്ന 1 2 3 4 5 ഫോഴ്സേ ഉള്ളൂ. WA ഇല്ല ആക്ച്വലി. മീൻസ് WAനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. WAൻ്റെ 2 കോമ്പണൻസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ WA ഇല്ല പിക്ചറിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ WAനെ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത്. ഓക്കെ, സോ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ബാലൻസ് ചെയ്യണം, WA cos 40 ബാലൻസ് ചെയ്യണം. അതിൻ്റെ റീസൺ എന്താ? വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താണ്? നെറ്റ് ഫോഴ്സ് 0 ആണ്. അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതാം, അല്ലാതെ RA - WA cos 40 = 0 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണമെന്നില്ല. ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? RA = എന്താണ്? WA ആണിത് 1960 നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ കണ്ടുപിടിച്ചു, ഇൻറ്റു cos 40 അല്ലേ? അപ്പോൾ അത് കിട്ടി, RA ആദ്യം കിട്ടി. ഇനി എന്തെടുക്കുക? നെറ്റ് ഫോഴ്സ് ഇൻ ദി പാരലൽ ടു പ്ലെയിൻ എടുക്കുക. പാരലൽ ടു പ്ലെയിൻ എടുക്കുമ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണോ? അല്ല, ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സ് MA ആണ്. സോ ഇനി ആരാ പോസിറ്റീവ്? WA sin 40 പോസിറ്റീവ് ആണ്, അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ എടുത്തു. T നെഗറ്റീവ് ആണ്, നെഗറ്റീവായിട്ട് എടുത്തു. ഫ്രിക്ഷൻ എന്താണ്? നെഗറ്റീവ് ആണ്, അത് നെഗറ്റീവായിട്ട് എടുത്തു. ഈക്വൽ ടു MAA വരും. ഓക്കെ, MA എത്രയാണെന്ന് നമുക്കറിയാം. MA തന്നിട്ടുണ്ട് 200 ആണെന്നുള്ള. AA നമുക്കറിയത്തില്ല. ഓക്കെ, ഇതാണ് വേരിയബിൾ. അടുത്തൊരു വേരിയബിൾ ആരാണ്? T ആണ്. ഓക്കെ, അപ്പോൾ 2 വേരിയബിളായി. ഓക്കെ, സോ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, 2 ഇക്വേഷനേ ഉള്ളൂ നമുക്ക്. ഓക്കെ, വേരിയബിൾ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ഇക്വേഷനിൽ വേരിയബിൾ ഒന്നുമില്ല, ഒറ്റയടിക്ക് ഒരു വാല്യൂ കിട്ടിയതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്തിലേക്ക് പോകണം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബിയിലേക്ക് പോകണം. ഓക്കെ, ബി എടുക്കുമ്പോൾ T 2T ആണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇനി ബിൻ്റെ കേസിൽ പെർപെൻഡിക്കുലർ ടു പ്ലെയിനും പാരലൽ ടു പ്ലെയിനും അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്താ? പ്ലെയിനിലേ അല്ല ബി. ക്വസ്റ്റ്യൻ നോക്കുക ഒന്നുകൂടി. ഓക്കെ, ബി ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഫ്രീ ആയിട്ടാണ് ഹാങ് ചെയ്തിരിക്കുന്നതാണ്. സോ ബിൻ്റെ കേസിൽ ഒറ്റ ഇക്വേഷൻ ചെയ്താൽ, അതായത് WB എന്താണ്? നെഗറ്റീവാണ് അല്ലേ? കാരണം മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. 2T എന്താ? പോസിറ്റീവാണ്. സോ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ നെറ്റ് ഫോഴ്സ് എന്താണ്? 0 അല്ല, നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, MA ആയിരിക്കും. കാരണം എന്താ? ആക്സിലറേഷൻ ഉണ്ട് മുകളിലേക്ക്. സോ ഇൻ ദ കേസ് ഓഫ് ബി വി ഹാവ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു MA. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 2T പോസിറ്റീവാണ്, കാരണം മുകളിലേക്ക് പോസിറ്റീവാണ് അല്ലേ? WB നെഗറ്റീവാണ്, MB എന്ന് കിട്ടും. WB ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 2T നമുക്കറിയത്തില്ല, AB. ഓക്കെ, ഇനി എന്ത് ചെയ്യും നമ്മൾ? ഇക്വേഷൻ 2ഉം 3ഉം കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇനി ഇക്വേഷൻ 2, 3 നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 3 വേരിയബിൾ കാണും. അതായത് AA ഒരു വേരിയബിളാണ്, AB ഒരു വേരിയബിളാണ്, T ഒരു വേരിയബിളാണ്. ഓക്കെ, 2 ഇക്വേഷൻ 3 വേരിയബിൾ പോലെ തോന്നുമെങ്കിലും നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ 1 ഉണ്ട്. ഇക്വേഷൻ 1 എന്തായിരുന്നു? AAനെ ABനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അത് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും പ്രശ്നമില്ല. സോ ഇക്വേഷൻ 1 ഞാൻ ഇപ്പോൾ തൽക്കാലം ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3ൻ്റെ ലെഫ്റ്റ് സൈഡ് അങ്ങനെ തന്നെ ഇരിക്കും, 2T - 980 തന്നെ ഇരിക്കും. റൈറ്റ് സൈഡിൽ AB എന്തായിരുന്നു? AB എന്ന് പറയുന്നത് ഹാഫ് AA ആണ് അല്ലേ? സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 ഇൻറ്റു ഹാഫ് AA എന്ന് വരും അല്ലേ? സോ 100 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ 50 വരും, 50 AA. ഇനി ഇക്വേഷൻ 2ഉം 4ഉം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വേരിയബിളേ ഉള്ളൂ. 2 ഇക്വേഷൻ ഉണ്ട്, 2 വേരിയബിൾ അല്ലേ? AA ഒരു വേരിയബിൾ അല്ലേ? പിന്നെ T ഒരു വേരിയബിൾ, റൈറ്റ്? സോ ഇനി ഇത് ഇക്വേഷൻ 2 and 4 നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ട് ചെയ്താൽ മതി. ഞാൻ ചെയ്ത അതേപോലെ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, ഞാനിപ്പോൾ കാൽക്കുലേറ്റർ ഇല്ലാത്തൊരു മെത്തേഡിലാണ് ചെയ്തത്, ഒന്നുമില്ല. ഇക്വേഷൻ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 2ഉം 5ഉം അങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിലറേഷനും ടെൻഷനും കിട്ടും. ഓക്കെ, ആക്സിലറേഷൻ ഓഫ് A ആണ് ആദ്യം കിട്ടുക, അതിൻ്റെ ഹാഫ് ആണ് ആക്സിലറേഷൻ ഓഫ് B. ഇനി ഇത് ഇക്വേഷൻ 2ലോ 4ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും? Tനെ കിട്ടും. ഇതിനും വളരെ സിമ്പിളാണ് ഈ ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ മിറർ ഇമേജ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇത്. ഓക്കെ, സോ എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നല്ലോണം ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഞാനൊന്ന് ഫാസ്റ്റായിട്ട് പറയുകയാണ്, കാരണം മുന്നത്തെ പ്രോബ്ലം തന്നെയാണിത്, ബട്ട് ജസ്റ്റ് ഒന്ന് മിറർ ഇമേജ് എടുത്തു എന്നേ ഉള്ളൂ. ആംഗിളിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട്, 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചതല്ല, ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഫസ്റ്റ് റിലേഷൻ എന്താണ്? ഓക്കെ, സെയിം മെത്തഡോളജി തന്നെ. ഓക്കെ, ഫസ്റ്റ് റിലേഷൻ എന്താണ്? ആക്സിലറേഷൻ ഓഫ് A അല്ലേ? എയും ബിയും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഓഫ് A എന്താണ്? ഹാഫ് ദി ആക്സിലറേഷൻ ഓഫ് B, റൈറ്റ്? സോ ഇത് എല്ലാവരും ഓൾറെഡി മെറ്റീരിയൽ തന്നതാണ് ഞാൻ. സോ യാ, ഇത് എൻ്റെ ക്ലാസ്സിൽ ഇല്ലാത്തവന്മാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, വേണമെങ്കിൽ വീഡിയോ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ആൻസർ ഇത് തന്നെയാണ് കിട്ടുന്നതെന്നുള്ള നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഇത് തന്നെയാണ് കിട്ടുക എന്നുള്ളത് നോക്കുക. ഓക്കെ,
So that's all about the uh, yeah, that's all about this video. Okay,